blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ സ്പെഷ്യൽ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾക്ക് പല പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, എപ്പിസോഡുകളുടെ അവസാനം ഉള്ള പ്രാർത്ഥനകൾക്ക് വ്യത്യാസമുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയും ഇസ്രായേലിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോൾ ടീമായി അവിടെ വിശുദ്ധ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പല ലൊക്കേഷനിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയായിരിക്കും ഇതിൻ്റെ അവസാനം നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരുമിച്ച് ആ സമയത്ത് പ്രാർത്ഥിക്കണം. അതുകൂടാതെ ഇന്നത്തെ സന്ദേശം ഫിലിപ്പിയർ ലേഖന പഠനത്തിൻ്റെ തുടർച്ചയാണ്. മാത്രമല്ല, ഇന്ന് എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾ കാണാൻ പോകുന്ന ബൈബിൾ ആൻഡ് യു, അതിലുള്ള ചോദ്യം ഇന്നത്തെ സന്ദേശത്തിൽ നിന്നായിരിക്കും. അതിനർത്ഥം വളരെ ശ്രദ്ധിച്ചു വേണം ഇന്നത്തെ സന്ദേശം കേൾക്കാൻ. വേഗത്തിൽ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ കുറിച്ചെടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നന്നായി നോട്ട്സ് കുറിക്കാമെങ്കിൽ അവസാനം ആ ചോദ്യം വരുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് SMS അയക്കാനും സമ്മാനങ്ങൾ നേടുവാനും സാധിക്കും. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വെള്ളിയാഴ്ച കോഴിക്കോട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ശനിയാഴ്ച എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കോട്ടയത്ത് നമ്മുടെ മെഗാ ഫെസ്റ്റിവൽ വരികയാണ്. ഈ മാസം 25, 26, 27 തീയതികളിലായിരിക്കും നമ്മുടെ കോട്ടയം മെഗാ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇപ്പോഴേ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുക. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി എറണാകുളം ജില്ലയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബം എന്തെല്ലാം അകത്ത് പ്രാർത്ഥിക്കുന്നുവോ അതിലെല്ലാം കർത്താവെ നിൻ്റെ കരം പ്രവർത്തിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിലെ പിതാവ് പൂർണ്ണമായും സൗഖ്യമാകട്ടെ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്ത് എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിറക്കിൾ ആഫ്റ്റർ മിറക്കിൾ കർത്താവെ നീ പ്രവർത്തിക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. ഭവനത്തിലെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ സമാധാനം വാഴുവാൻ, തലമുറകളിലേക്ക് അത് പടരുവാൻ ഒക്കെയും കർത്താവെ അങ്ങയിടയാക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ അതിലെ ഓരോ വ്യക്തികളെയും ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പഠനത്തെ അനുഗ്രഹിക്കുന്നു. ദാമ്പത്യ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. സാമ്പത്തിക ആവശ്യങ്ങളെ അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ, ആത്മീയമായി ഏറ്റവും കർത്താവ് അഭിഷേകം ചെയ്ത് കുടുംബത്തിലെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു സോ മച്ച് for sponsoring today's episode. God bless that wonderful family. മകൻ ഭാഗ്യരാജ് എന്ന പേര്. ഭാഗ്യരാജ് ഗുജറാത്തിൽ നിന്ന് വരുന്നത്. ഗുജറാത്തിൽ നിന്ന് വന്നതിനൊരു കൈയടി കൊടുത്തേ ആദ്യം. രാജ്കോട്ട് ഡിസ്ട്രിക്റ്റില്, രാജ്കോട്ടില് അവിടെ ജറ്റ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് മോൻ. കഴിഞ്ഞ ഡിസംബറിൽ
ഈ മകൻ മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ വശത്ത് നിന്ന് ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് മകൻ താഴെ വീണു. മകന്റെ തല ചെന്ന് ഒരു പാറക്കല്ലിൽ ഇടിച്ച് തലയിൽ നിന്നും ആ മെഡുല ഒബ്ലാങ്കറ്റ് ആ പറയുന്ന ഓർഗൻ പുറത്തേക്ക് വന്നു. ബ്രെയിൻ പുറത്തു വന്നു. അത് പുറത്തേക്ക് വന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വളരെ ക്രിട്ടിക്കലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. 72 മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ചു. ഇവിടെ ആ സമയത്ത് മാതാപിതാക്കൾ ഇവിടെയായിരുന്നു. ഇവർ ഇവിടെ കളമശ്ശേരിയിൽ ജോലി ചെയ്യുന്നു. മകന് അമ്മയും കളമശ്ശേരിയിലാണ്. ഈ മകന്റെ അച്ഛൻ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മകന് വേണ്ടി ഒരു അതുവരെ അവിടെ ആയിരുന്നവർ മകന് വേണ്ടി ഒരു വിവാഹാലോചന നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നാട്ടിലേക്ക് വന്നത്. ആ സമയത്താണ് ഈ അപകട വാർത്ത അറിയുന്നത്. അങ്ങനെ അച്ഛനും അമ്മയും തിരിച്ച് അവിടെ ചെന്നു. ഏതാണ്ട് 2 മാസത്തോളം ഈ മകന് ഓർമ്മശക്തിയില്ല. ഡോക്ടർ കുറച്ച് നാൾ ചികിത്സിച്ചു. അവിടെ നിന്നും കുഞ്ഞിനെ പുറത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി റെസ്റ്റ് എടുക്കട്ടെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് പുറത്തേക്കാക്കി. 2 മാസത്തോളം അച്ഛനെയോ അമ്മയെയോ സഹോദരനെയോ മറ്റാരെയും തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം ഒട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അവിടെ നിന്നും ഈ നാട്ടിലേക്ക് വന്നു. ഇവിടെ വന്ന് പല ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സയ്ക്ക് നടത്തി. അതിയൊന്നും ഭേദം വന്നിട്ടില്ലായിരുന്നു. അച്ഛൻ ഇവിടെ വന്ന് 1.5-2 മാസത്തോളം ഗുജറാത്തിലായിരുന്നതുകൊണ്ട് ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള ജോലി നഷ്ടപ്പെട്ടു പോയി. അവസാനം അച്ഛൻ ഒരു തട്ടുകട രാത്രി നടത്തുന്നുണ്ടായിരുന്നു. എവിടെ? കളമശ്ശേരിയിൽ ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു. ആ തട്ടുകടയിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ശുശ്രൂഷകൻ ഷൈജു ബ്രദർ രാത്രിയിൽ ചായ കുടിക്കാനായിട്ട് തട്ടുകട ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മകനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതും അച്ഛനെയും കണ്ടു. അവരോട് വിശേഷം ചോദിച്ചു. ഈ മകൻ ആ സമയത്തുണ്ടായ പ്രോബ്ലം ഓർമ്മശക്തി ഒന്നും മടങ്ങി വന്നിട്ടില്ല, കുറച്ചേ വന്നിട്ടുള്ളൂ. പക്ഷെ തല കീഴ്പോട്ട് നോക്കാൻ പറ്റത്തില്ലായിരുന്നു. നോക്കുമ്പോൾ തല കറങ്ങുകയും എന്തോ അല്ലാത്തൊരു അസ്വസ്ഥത തലയിൽ വിങ്ങുന്നുണ്ടായിരുന്നു. ഈ വിവരങ്ങളും ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും ഷൈജു ബ്രദറിനോട് ഈ അച്ഛൻ പറഞ്ഞു. ഷൈജു ബ്രദർ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ബ്ലെസ്സിങ് സെന്റർ ഉണ്ട്, നിങ്ങൾ അവിടെ വരണം, യേശു നിങ്ങളെ സൗഖ്യമാക്കൂ എന്ന് പറഞ്ഞു. ഈ ഷൈജു ബ്രദറാ? ഓ മൈ ഗോഡ്. അദ്ദേഹം അപ്പൊ തട്ടുകടയിൽ പോവല്ലേ? അത് രാത്രി തട്ടുകടയിൽ പോകുന്നൊരു ശുശ്രൂഷകനാണ്. ഓരോരുത്തരുടെ വിളി വ്യത്യസ്തമാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ഷൈജു ബ്രദർ പറഞ്ഞു ഈ കുടുംബം ഇവിടെ വന്നു. അന്ന് ഞായറാഴ്ച ഇവിടെ വന്ന് ഷെമാസിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച സമയത്ത് ഈ മകൻ പറഞ്ഞാൽ എന്റെ തലയിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ ഞാൻ ഫീൽ ചെയ്തു. പ്രൈസ് ഗോഡ്. അന്ന് മുതൽ ആ തലകറക്കമോ തലയിലുള്ള വിങ്ങലോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും എന്റെ ഓർമ്മശക്തി പതുക്കെ റീകളക്ട് ചെയ്യാൻ ഞാൻ തുടങ്ങി. ഓരോ ദിവസം നടന്ന സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. എന്റെ പഴയകാല കൂട്ടുകാരെ ഞാൻ ഓർക്കുന്നു, എന്റെ ഗുരുക്കന്മാരെ ഓർക്കുന്നു, പഠിച്ച സ്കൂളുകൾ ഓർക്കുന്നു. എല്ലാം പഴയത് ഓരോ ദിവസവും റീകളക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 90% ഈ മകൻ ഓർമ്മശക്തി മടങ്ങി വന്നു, നോർമലായി കൊണ്ടിരിക്കുന്നു. ഇനി 10% ഉള്ളൂ. അത് ഈ ആക്സിഡന്റ് നടന്നതിന് തൊട്ട് 2-3 മാസം മുമ്പുണ്ടായ സംഭവങ്ങൾ ഇതുവരെ ഓർമ്മയിൽ വന്നിട്ടില്ല. ഓപ്പൺ ആവാനുള്ളൂ. മകന് കുടുംബത്തിന് വലിയ വിശ്വാസമായി യേശു സൗഖ്യമാക്കി. കൈകളെല്ലാം ഈ മോന്റെ നേരെ നീട്ടിപ്പിടിച്ച് കർത്താവേ പെർഫെക്റ്റ് ആകട്ടെ. ഇത്രയും വിടുതൽ കർത്താവ് കൊടുത്തതിനായി നന്ദി പറയും. കർത്താവെ എല്ലാ നിലകളിലും തന്നെ മാനിച്ച് അനുഗ്രഹിക്കണമേ. നല്ലൊരു ഭാവി തനിക്കുണ്ടാകട്ടെ. ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അമ്മയെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിൻ്റെ മഹത്വത്തിനായി കർത്താവ് ഈ സാക്ഷ്യത്തെ ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നു. ഷൈജു ബ്രദർ അതിനുവേണ്ടി ഉപയോഗിച്ചല്ലോ, കൂടുതൽ തന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ മാത്രമല്ല ഇത് കാണുന്ന എല്ലാവരെയും യേശുവിൻ്റെ സാക്ഷികളാകാൻ രാത്രിയായാലും പകലായാലും, ഒരു സൂപ്പർ മാർക്കറ്റിലായാലും, ഒരു തട്ടുകടയിലായാലും, തെരുവിലായാലും, ബസ് സ്റ്റോപ്പിലായാലും, സ്കൂളിലായാലും, കോളേജിലായാലും, ചന്തയിലായാലും യേശുവിൻ്റെ സാക്ഷികളാകാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഷൈജു ബ്രദർ. ഹല്ലേലൂയ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. Now we will read verse number 20. ഇനി 20ാമത്തെ വചനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. There is something amazing. ഇത് വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്.
But our citizenship is in heaven. 20-ാമത്തെ വചനം, എന്നാൽ ചേർന്ന് വായിക്കാമോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. If you are living in Christ, Paul says you have a citizenship in heaven. നിങ്ങൾ ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് അവനിലൊരു പൗരത്വമുണ്ട്. Hallelujah. Our citizenship is not here, but it is in heaven. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പൗരത്വം എന്നുള്ളത് ഇവിടെയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ പൗരത്വം സ്വർഗത്തിലാണ്. Now I'm going to tell you something. ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. I have told you this many times. ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പലവട്ടം നിങ്ങളെ പഠിപ്പിച്ചതാണ്. Philippi was a Roman colony. ഫിലിപ്പി എന്ന് പറയുന്ന ആ സ്ഥലം എന്നുള്ളത് അതൊരു റോമൻ കോളനിയിൽപ്പെട്ട അധിനിവേശ സ്ഥലമായിരുന്നു. That is Philippi. ഇപ്പോൾ ആ ഇരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലമാണെന്ന് കരുതുക. All right? Agreed? നിങ്ങൾ സമ്മതിച്ചോ? അവിടെ ഇരിക്കുന്ന കുറെ കസേരയിൽ ഇരിക്കുന്ന ആളുകളെല്ലാം ഫിലിപ്പിയ ദേശത്ത് പാർക്കുന്നവരാണ്. That is the church of Philippi. അതാണ് ഫിലിപ്പിയ സഭ എന്ന് കരുതുക. All right. Philippi was a Roman colony. ഓർക്കുക, റോമക്കാരുടെ അടിമത്തത്തിലായിരുന്ന ഒരു കോളനി ആയിരുന്നു ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലം. Just like India was under the British rule. ഒരിക്കൽ ഇന്ത്യ ബ്രിട്ടീഷ് കോളനിയുടെ കീഴിൽ, ഇന്ത്യ ആധിപത്യത്തിന് കീഴിൽ ഇന്ത്യ ആയിരുന്നത് പോലെ ആണെന്ന് കരുതുക. Now this is Rome. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം റോം ആണെന്ന് കരുതുക. Hello Romans. റോമൻസ്. This is Rome. ഇതിപ്പോ റോമാണ്. That is Philippi. അത് ഫിലിപ്പിയാണ്. Now Rome captured Philippi. നോക്കുക, ഇപ്പോൾ റോം എന്ന് പറയുന്ന രാജ്യം ഫിലിപ്പിയ രാജ്യത്തെ പിടിച്ചടക്കി. Now after that the Romans gave their culture to them. ഇപ്പോൾ റോമൻ ജനതയുടെ കീഴിലായിരിക്കുന്ന ഫിലിപ്പിയർക്ക് റോമക്കാർ അവരുടെ സംസ്കാരങ്ങളിലേക്ക് അവരെ പഠിപ്പിച്ചെടുത്തു. They stopped speaking their mother tongue and started speaking Latin. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്നുള്ളത്, ഫിലിപ്പിയക്കാർക്കുണ്ടായിരുന്ന അവരുടെ മാതൃഭാഷ അവർ നിർത്തലാക്കിയിട്ട് ഇപ്പോൾ റോമക്കാരുടെ ഇപ്പോൾ ലാറ്റിൻ ഭാഷയാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. Speak Latin. ഇപ്പോൾ ലാറ്റിൻ സംസാരിക്കുക. Hello. And their dress they changed. Not churidar, nothing. They started wearing Roman dress. ഇപ്പോൾ അവർ ചുരിദാറിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. അവരുടെ വേഷവിധാനം പോലും അവർ മാറ്റി റോമക്കാരുടേത് പോലുള്ള വേഷം അവർ ധരിച്ചു. Even the food they changed. അവരുടെ ഭക്ഷണ രീതികൾക്ക് മാറ്റം വരുത്തി റോമക്കാരുടെ ഭക്ഷണ രീതികൾ അവർ ശീലിച്ചു. Now these people, they are living in Philippi, but their citizenship is in Rome. ഇപ്പോൾ ഈ ജനത്തിന്റെ പ്രത്യേകത, ഇവർ ജീവിക്കുന്നത് ഫിലിപ്പിയ എന്ന് പറയുന്ന രാജ്യത്താണെങ്കിലും ഇപ്പോൾ അവരുടെ പൗരത്വമുള്ളത് അങ്ങ് റോമിലാണ്. ഹലോ. Living in Philippi, citizenship in Rome. നോക്കൂ, ജീവിക്കുന്നത് ഫിലിപ്പിയിൽ പക്ഷെ പൗരത്വം റോമിൽ. In other words, we are now on earth. മറ്റൊരു വിധത്തിൽ പറഞ്ഞ, നാം ഇപ്പോൾ ഇങ്ങ് ഭൂമിയിലാണ്. Our citizenship is in heaven. എന്നാൽ ഓർക്കുക, സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വമുള്ളത്. No. Sometimes the Roman emperor will go to visit that colony. ചില സമയങ്ങളിൽ റോമൻ സാമ്രാട്ട് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ കോളനിയായ ഫിലിപ്പിയ ദേശത്തേക്ക് പോകും. They're going. അവരിങ്ങനെ പോകും. But the Philippians, they will prepare to receive the emperor. എന്നാൽ ഫിലിപ്പിയയിൽ നോക്കൂ, ഫിലിപ്പിയ രാജ്യത്തുള്ള ആളുകൾ മൊത്തം ഈ സാമ്രാട്ടിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. They will build new roads. അവർ അതിനു വേണ്ടി പുതിയ റോഡ് വെട്ടും. They will even build a huge stadium so that the emperor can address the subjects there. ഇപ്പോൾ അത് മാത്രമല്ല, അവർ വലിയ സ്റ്റേഡിയം അവിടെ പണിയും. അങ്ങനെയാണെങ്കിൽ ഈ സാമ്രാട്ടിന് അവിടെയുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. In the same way, അതുപോലെ തന്നെ our citizenship is in heaven. പറയുകയാണ്, നമ്മുടെ പൗരത്വം
സ്വർഗത്തിലാണ്. And from there, not an emperor, not a king, the King of Kings and the Emperor of Emperors will come to visit us. ഇപ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയരെ, നിങ്ങൾക്കൊരു വല്ല കാലത്തും വരുന്ന ഒരു സാമ്രാട്ടില്ലേ, പക്ഷെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ അവിടെ നിന്നൊരു രാജാവല്ല, ഒരു സാമ്രാട്ടല്ല, രാജാക്കന്മാരുടെ രാജാവായവൻ, സാമ്രാട്ടുക്കളുടെ സാമ്രാട്ടായ നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവ് വരും. Get prepared. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക. Hallelujah. Hallelujah. Cut new roads. അതിനുവേണ്ടി പുതിയ വഴികൾ വെട്ടുക. Hallelujah. Hallelujah. This is what he is saying. അതാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. And he says, അവൻ പറയുകയാണ്, verse number 20 and 21, and we eagerly await a savior from there, the Lord Jesus Christ, who by the power that enables him to bring everything under his control will transform our lowly bodies so that they will be like his glorious 20-ാം body. വചനത്തിന്റെ ബി പാർട്ട് മുതൽ വായിച്ചാലും അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷകനായി വരുമെന്നോർത്ത് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 21, അവിടുന്ന് സകലത്തെയും നിയന്ത്രിക്കുവാൻ മതിയായ തന്റെ ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. So what is our life? Our life in nutshell is this. Number one, our life is heavenward and heavenly focused. ഓർക്കുക, എന്താണ് നമ്മുടെ ജീവിതം ലക്ഷ്യം എന്നുള്ളത്, നമ്മുടെ ജീവിതം എന്താണ് എന്നുള്ളത് ചുരുക്കമായി സംസാരിച്ചാൽ അത് സ്വർഗരാജ്യത്തിന് വേണ്ടി സ്വർഗത്തെ ലക്ഷ്യമാക്കി കേന്ദ്രമാക്കി മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതം. Hallelujah. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയേ? Our hope is not. എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഗതി പിടിക്കും, എൻ്റെ ഏക പ്രതീക്ഷ രക്ഷപ്പെടുന്ന. ഒരമ്മയോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷപ്പെടുന്ന തോന്നണത് മോനെ, മോൻ ഇപ്പൊ ഗൾഫിലോട്ട് പോയിട്ടുണ്ട്. Our hope is not on earthly things. Our hope is the return of the Savior, not from Gulf. He'll be coming from heaven. ഓർക്കുക, നമ്മുടെ പ്രത്യാശ എന്നുള്ളത് ഈ ഭൂമിയിലുള്ള ഭൗതികമായ ഒരു കാര്യത്തിലുമല്ല. നമ്മുടെ രക്ഷകൻ അവൻ ഗൾഫിൽ നിന്നല്ല വരുന്നത്, സ്വർഗാദി സ്വർഗമായ ദൈവത്തിന്റെ 3-ാം സ്വർഗത്തിൽ നിന്നാണ് നമ്മുടെ രക്ഷകൻ ഇറങ്ങി വരുന്നത്. Hallelujah. ചേർന്ന് ഹല്ലേലൂയ. Praise God. Praise God. Number 3, we are expecting to receive a glorious body. മൂന്നാമതായിട്ട് നാം ഇവിടെ വായിക്കുന്നു, നാം എല്ലാവരും ഒരു മഹത്വമുള്ള ശരീരത്തിനായി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. Hallelujah. Hallelujah. When this emperor comes back, ഈ സാമ്രാട്ട് തിരിച്ചു വരുമ്പോൾ, usually when an emperor comes, there'll be developments in the country, in the colony. സാധാരണ ഒരു എംപറർ, ഒരു സാമ്രാട്ട് വരുമ്പോൾ അവരുടെ കോളനിയിൽ, അത് കഴിവില്ലാത്ത സ്ഥലമായിരിക്കുമല്ലോ, ആ കോളനിയിൽ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ, പുതിയ വഴികൾ തുടങ്ങി പുതിയ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കും. When this emperor comes back, ഇതുപോലെ നമ്മുടെ രക്ഷകനായ ഈ സാമ്രാട്ട് തിരിച്ചു വരുമ്പോൾ, he will conquer everything against him. തനിക്കെതിരെയുള്ള സകല കാര്യത്തെയും അവൻ ജയിച്ചടക്കും. And not only that, he will give us a new glorious body. അതുമാത്രമല്ല, അവൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു മഹത്വമുള്ള ഒരു പുതിയ ശരീരം നമുക്ക് എല്ലാവർക്കും നൽകും. 1 John chapter 3 and verse number 2. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം. Dear friends, now we are children of God, and what we will be has not yet been made known. But we know that when Christ appears, we will be like him, for we shall see him as he is. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? പ്രിയരേ, ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു, നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവിടുന്ന് വെളിപ്പെടുമ്പോൾ താൻ ആയിരിക്കുന്ന വിധത്തിൽ തന്നെ നാം അവിടുത്തെ കാണുമെന്നതിനാൽ നാം തന്നെ പോലെ ആയി തീരുമെന്ന് നാം അറിയുന്നു. When this emperor shall come back, ഈ സാമ്രാട്ട് തിരിച്ചു വരുമ്പോൾ, all the people, all the subjects will be like the king. എല്ലാ ജനങ്ങളും, എല്ലാ പൗരന്മാരും
അവനെ പോലെ ആയിത്തീരും. Hallelujah. ഹല്ലേലൂയ. I have a good news for you. എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്തയുണ്ട്. When this king shall return ഈ രാജാതി രാജാവ് മടങ്ങി വരുമ്പോൾ to this colony called earth again, ഈ ഭൂമി എന്ന് വിളിക്കുന്ന ഈ ഒരു കോളനിയിലേക്ക് അവൻ മടങ്ങി വരുമ്പോൾ he is going to give you a new body. അവൻ നമുക്ക് ഒരു പുതിയ ശരീരം ഒന്നാമതായി നൽകും. Now I'm going to conclude chapter 3. ഞാനിപ്പോൾ ഈ അധ്യായം 3-ാം അധ്യായത്തെ പൂർത്തിയാക്കാൻ പോകുകയാണ്. I'm going to give you 2 lists. ഞാൻ 2 ലിസ്റ്റ് ഇവിടെ നൽകുകയാണ്. The first list is this: ആദ്യത്തെ ലിസ്റ്റ് ഇതാണ്, the great practices of the great apostle. മഹാനായ അപ്പസ്തോലന്റെ മഹത്തായ ചില ചിട്ടകൾ. Yeah. Number 1, ഒന്നാമതായിട്ട് എഴുതുക. I am taking the whole chapter and giving you a list. In this list, you will understand what all things Paul did in his life. ഈ 3-ാം അധ്യായം എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ മൊത്തത്തിൽ എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത് ഞാനത് 2 ലിസ്റ്റിലാക്കിയാണ്. ഒന്നാമതായിട്ട് എഴുതി വെക്കുക, മഹാനായ അപ്പസ്തോലന്റെ മഹത്തായ ചിട്ടകൾ. Number 1, he worshipped God in spirit. ഒന്നാമതായിട്ട് അവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു. Number 2, he rejoiced in Christ. രണ്ടാമതായിട്ട് അവൻ ദൈവത്തിൽ സന്തോഷിച്ചു. 3, he put no confidence in the flesh. മൂന്നാമതായിട്ട് ജഡത്തിൽ അവൻ യാതൊന്നും പ്രശംസിച്ചില്ല. 4, he counted all things as a loss for Christ. നാലാമതായിട്ട് അവൻ സകല കാര്യങ്ങളെയും അവൻ ഛേദമെന്നെണ്ണി. He sought no self righteousness. അതുമാത്രമല്ല സ്വയം നീതീകരണത്തെ അവൻ തള്ളിക്കളഞ്ഞു. Number 6, he followed after knowledge of Christ. അതുമാത്രമല്ല ദൈവികമായ ജ്ഞാനത്തെ അവൻ പിന്തുടർന്നു. Number 7, he forgot the past. ഏഴാമതായിട്ട് പഴയതിനെ പിൻപിലുള്ളതിനെ അവൻ മറന്നു കളഞ്ഞു. Number 8, he pressed toward the goal. എട്ടാമതായിട്ട് മുൻപിലുള്ള ലക്ഷ്യത്തിലേക്ക് അവൻ ആഞ്ഞോടി. Number 9, he set an example for others. ഒൻപതാമതായിട്ട് അവൻ സകലർക്കും ഒരു മാതൃകയായി തീർന്നു. Number 10, he looked for the savior's coming. അടുത്തതായിട്ട് അവൻ രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. Now take a breath. ഇനിയിപ്പോ നിങ്ങൾ ഒരു ശ്വാസം എടുത്തേ. Hallelujah. Hallelujah. Now the next list. അടുത്ത ലിസ്റ്റ് ഇതാണ്, The great desires of this great apostle. മഹാനായ ഈ അപ്പസ്തോലന്റെ മഹത്തായ ചില ആഗ്രഹങ്ങൾ. I'm going to give you 10. മഹത്തായ ഈ ആഗ്രഹങ്ങൾ 10 ലിസ്റ്റായി ഞാൻ നൽകുകയാണ്. Number 1, he wanted to win Christ. ഒന്നാമതായിട്ട് ക്രിസ്തുവിനെ പിടിക്കാമെന്ന് അവൻ ആഗ്രഹിച്ചു. Number 2, he wanted to be found in Christ. രണ്ടാമതായിട്ട് ക്രിസ്തുവിൽ തന്നെ കണ്ടെത്തുവാൻ അവൻ ആഗ്രഹിച്ചു. Number 3, he wanted to have the righteousness of Christ. യേശുക്രിസ്തുവിന്റെ നീതിയെ പ്രാപിക്കാൻ അവൻ ആഗ്രഹിച്ചു. Number 4, he wanted to know Christ more deeper and deeper. ആ ക്രിസ്തുവിനെ കൂടുതൽ ആഴത്തിൽ അറിയുവാനായി അവൻ ആഗ്രഹിച്ചു. Number 5, he wanted to know the power of Christ. അഞ്ചാമതായിട്ട് ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചു. Number 6, he wanted to have fellowship of his suffering. അടുത്തതായിട്ട് ക്രിസ്തുവിന്റെ കഷ്ടതയിലുള്ള കൂട്ടായ്മ അവൻ ആഗ്രഹിച്ചു. Number 7, he wanted to be conformed to his death. അടുത്തതായിട്ട് ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചു. Number 8, he wanted to be in the first resurrection. എട്ടാമതായിട്ട് ക്രിസ്തുവിന്റെ ആദ്യ പുനരുത്ഥാനത്തിന്റെ ഭാഗമാകാൻ അവൻ ആഗ്രഹിച്ചു. Number 9, he wanted to be perfect. ഒമ്പതാമതായിട്ട് അവൻ പൂർണ്ണനാകാൻ ആഗ്രഹിച്ചു. And the last one, പത്താമത്തെ അവസാനത്തേത്, he wanted to have the resurrection of his body. തന്റെ ശരീരത്തിലെ ഉയർപ്പ് അവൻ ആഗ്രഹിച്ചു. ഈ കഫർനഹൂം അല്ലെങ്കിൽ യേശുവിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പൈശാചിക ശക്തികൾ ബാധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക, ആ യേശുവിൻ്റെ നാമത്തിൽ, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. എപ്പിലെപ്സി, ഐ കമാൻഡ് ഇൻ ജീസസ് നെയിം, ലീവ് ദ പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൈശാചിക ബാധയുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. I command every demon spirit, every evil spirit, every devil, I command in the mighty name of Jesus, leave the people right now. Thank you, Father. Cancer ഇപ്പോൾ സൗഖ്യമാകട്ടെ. HIV പോസിറ്റീവായത് ഇപ്പോൾ നെഗറ്റീവാകട്ടെ, സൗഖ്യമാകട്ടെ. വലിയ രോഗസൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. കിടപ്പ് രോഗികൾ എഴുന്നേൽക്കട്ടെ. ക്രച്ചസ് ഉപയോഗിക്കുന്നവർ അത് മാറ്റിപ്പോൾ നടക്കാൻ തുടങ്ങുക.
വീൽ ചെയറിലിരിക്കുന്നവർ, ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടുകൂടെ ശ്വസിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെന്റിലേറ്ററിൽ കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ തകരാറ്, ഡിസ്കിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ മാറട്ടെ. ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് മാറട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ. ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ആത്മീയ പൗരത്വം എവിടെയാണെന്നാണ് പൗലോസ് പറയുന്നത്? ഓപ്ഷൻസ്: എ സഭയിൽ, ബി റോമിൽ, സി ഫിലിപ്പിയ സഭയിൽ, ഡി സ്വർഗത്തിൽ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കോട്ടയം. ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ഒക്ടോബർ 25, 26, 27. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 42221 www.blessingtoday.tv. ഞായറാഴ്ച രാവിലെ 10-ന് പ്രത്യേക ആരാധന. IMA ഹാൾ, ഗുഡ് ഷെപ്പേർഡ് റോഡ്, കോട്ടയം. ഏവർക്കും സ്വാഗതം.